ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറാണ് ഈ വണ്ടി കേട്ടോ. നിലവിൽ അതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ എൻജിനൊക്കെ ആകെ സൗണ്ട്, എൻജിൻ കംപ്ലൈൻ്റ് ആണ്. അതായത് നല്ല ചിലമ്പല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്രാങ്കിൻ്റെ സൗണ്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തേർഡ് ഗിയറൊക്കെ സ്ലിപ്പിംഗ് ആണ്. തേർഡ് ഗിയറിലിട്ട വണ്ടി സ്ലിപ്പായി പോവാം. പിന്നെ മിസ്സിംഗ് ആയിട്ട് ഒരു രീതിയിലും വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ എൻജിൻ വർക്ക് ആണ് മെയിനായിട്ട് പറഞ്ഞതാണ്. അതും പ്രകാരം നമ്മൾ അതിൻ്റെ ഭാഗങ്ങൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി വണ്ടിയുടെ അവസ്ഥ അല്പം മോശമാണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ വരുമ്പോൾ തന്നെ നമുക്ക് മെയിൻ സ്റ്റാൻഡൊക്കെ തുരുമ്പിട്ട് പോയേക്കാണ്. അപ്പോൾ നമുക്ക് എൻജിൻ കയറ്റി അഴിക്കണമെങ്കിൽ പോലും നമുക്ക് സ്റ്റാൻഡ് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് ഓൾറെഡി ഫസ്റ്റ് തന്നെ നമ്മൾ മെയിൻ സ്റ്റാൻഡ് മാറ്റി, മെയിൻ സ്റ്റാൻഡ് അതിൻ്റെ പിന്ന് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വണ്ടി മെയിൻ സ്റ്റാൻഡ് വെച്ചിട്ട് വേണം നമുക്ക് എൻജിനും കാര്യങ്ങൾ റിപ്പയർ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് മെയിൻ സ്റ്റാൻഡ് അത്യാവശ്യമാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ അത് റെഡിയാക്കി അതിന് ശേഷം എൻജിൻ അടിച്ചു. അപ്പോൾ ഓരോ ഭാഗങ്ങൾ അഴിച്ചു നോക്കുമ്പോൾ വണ്ടിയുടെ അവസ്ഥ വളരെ ശോകമാണ്. പറയാൻ കാരണം ഞാൻ ഇതതിൻ്റെ ബോഡി ഫ്രെയിമാണ്. ചേസിൻ്റെ ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയേക്കാം. അത് കണ്ടോ, ഇവിടെയൊക്കെ വിട്ടിട്ട് ഞാനത് വീഡിയോയിൽ കിട്ടാൻ വേണ്ടി കൃത്യമായിട്ട് ഇവിടെ നിന്നൊക്കെ തുരുമ്പിട്ട് ഫുള്ള് പോയേക്കാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ അലൈൻമെൻറ്റുകളൊക്കെ മാറിപ്പോയി. ഇതൊക്കെ ഒരു ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞില്ല. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ എന്തായാലും വർക്കിന് വേണ്ടി അഴിച്ചേക്കാണ്. ആ കൂട്ടത്തിക്കടെ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ട് ഈ കണ്ടീഷനിൽ തന്നെ നിർത്തിയിട്ട് വണ്ടി ഒന്ന് പെയിൻറ്റ് ചെയ്യുക. അതായത് വേറെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലൊന്നും കൊടുത്ത് ചെയ്തില്ലെങ്കിലും നമുക്ക് തന്നെ വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഈ തുരുമ്പുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് വിടാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റൊക്കെ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്, മൊത്തം പോയി കിടക്കുന്നതാണ്. അതേപോലെ ഈ ഫുട്രസ്റ്റ്, ഈ സൈഡ് ഫുട്രസ്റ്റ് ഇല്ല. വയറിംഗ് കിറ്റ് കംപ്ലൈൻറ്റ്. വയറിംഗ് കിറ്റ് ഇപ്പോൾ CD യൂണിറ്റിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൂസ് കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓൾറെഡി ഓടിക്കുമ്പോൾ നല്ല മിസ്സിങ്ങാണ്. അപ്പോൾ അത് CD യൂണിറ്റിൻ്റെ ഈ വയറിംഗ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഞാൻ അത്രയ്ക്ക് ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി കയറ്റി പഴിച്ചേക്കുന്നത്. സെയിം കംപ്ലൈൻറ്റ് കാർബേറ്ററിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ടും വരും. കാർബേറ്റർ നല്ല പഴക്കമുണ്ട്. കാർബേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചാൽ ഇതേപോലെ തന്നെയുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എൻജിൻ വർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കാണ് അത് നമുക്ക് കിട്ടിയാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഞാനിപ്പോൾ തുടക്കം ഫസ്റ്റ് അതിൻ്റെ ഇതും കൂടിയും കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അതുപോലെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബ്രേക്കൊക്കെ അത്യാവശ്യം മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റണം, മെയിൻ സ്റ്റാൻഡ് മാറ്റിയിടാൻ, ഫുട്രസ്റ്റ് മാറ്റാനുണ്ട്, വയറിംഗ് കിറ്റ്. പിന്നെ വണ്ടി ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് കോൺസെപ്റ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞത്. ഞാനിപ്പോൾ എൻ്റെ കാണുന്ന കംപ്ലൈൻറ്റുകൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ. അത് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. പക്ഷേ ഞാൻ കംപ്ലയിൻറ്റ്സ് ഇൻഫോം ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്ക് ആരംഭമാണ്. അതിപ്പോൾ തൽക്കാലം ചെയ്തില്ലെങ്കിൽ പോലും കോൺസെപ്റ്റൊക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിൻ്റെ ഭാഗം നിർത്തിയതിന് ശേഷം അത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താലും മതി. കാരണം ഇത്ര കംപ്ലൈൻറ്റുകളുണ്ട്. അതും പ്രകാരം പിന്നെ നമ്മളതിൻ്റെ എൻജിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്കാനുണ്ട്. എൻജിൻ്റെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇത് ഇടയ്ക്ക് എപ്പോഴും ചെയ്തേക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ക്രാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ക്രാങ്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു 1-2 സെറ്റിങ് കഴിഞ്ഞേക്കണായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവണം അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ്, സിലിണ്ടറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ട് ഞാൻ ആ റെഡ് മാർക്ക് ചെയ്താണ് അതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ വര വീണിട്ട് അതിൻ്റെ ഉള്ളിൽ ഹെഡ് സ്പേസിലേക്ക് ഓയിൽ കയറി വന്ന് കത്തണമെന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ക്ലച്ച് ഡിസ്കൊക്കെ ഇതൊരു കുറഞ്ഞ ബ്രാൻഡാണ്. ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട്, മിൻഡ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലോക്കൽ ബ്രാൻഡാണത്. അതേപോലെ ക്ലച്ചിൻ്റെ പ്ലേറ്റ് അതൊന്നും കമ്പനി ആയിട്ടൊന്നുമല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ സ്ക്രീൻ ഫിൽറ്റർ ഉണ്ടോ, ഈ എയർ ഇതിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ വന്ന സ്ക്രീൻ ഫിൽറ്ററാണത്. അത് ഓയിൽ ഫിൽറ്റർ എന്ന് പറയും. ഇതൊക്കെ ശരിക്കും നമ്മൾ എൻജിൻ വർക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിർബന്ധമായിട്ടും അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റേണ്ടതാണ്. ഇത് ഇത്രയും ബ്ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാരണവശാലും ഓയിൽ കയറി പോവില്ല. ഓയിൽ കയറാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻജിൻ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കാണിക്കുന്ന പാർട്സുകളെല്ലാം ഡാമേജിലേക്ക് പോകും. അതാണ് മെയിനായിട്ട് ഇവിടെ സംഭവിച്ചേക്കുന്നതിൻ്റെ ഒരു കാരണം അതൊക്കെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഹെഡിനകത്ത് തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങുകൾക്ക് പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികം പഴക്കത്തിൻ്റെ അനുസരിച്ചിട്ടാണ്. ഇവിടെ റോക്കറാം സെറ്റ് ഇത് സ്റ്റെപ്പ് പോലെ വീണാണുണ്ടോ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ബെയറിങ്ങും ഈ 2 ബെയറിങ്ങും മാറ്റിയിട്ട് ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടും, റെഡിയാക്കി തരുമത്. പിന്നെ ടൈം ഇഞ്ചിൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഇഞ്ചിനൊക്കെ നല്ലോണം വലിച്ചു പോയി. അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ വീലാണത് മൊത്തം വല്ലാത്തൊരവസ്ഥയിലേക്ക് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. ഇത് ടൈം ഇഞ്ചിൻ്റെ ടെൻഷനർ വീലാണ്. അതും നല്ല രീതിയിൽ തന്നെ മോശം വന്നിട്ടുണ്ട്. പിസ്റ്റണിന് ഡാമേജ് ഉണ്ട്. പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ കിക്കർ ഷാഫ്റ്റാണ്. അതിൻ്റെ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും 1-2
മില്ലിങ്ങുകൾ നമുക്ക് ഇടുമ്പോൾ ഡാമേജ് വന്നിട്ടുണ്ട്. തന്നെയല്ല കിക്കർ അസംബ്ലിയും കംപ്ലൈൻറ്റാണ്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമാണോ എന്ന് വെച്ചാൽ അത്യാവശ്യമാണ്. പറയാൻ കാരണം വെച്ചാൽ ഇതൊക്കെ ഈ മില്ലിങ്ങിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ട് കിക്കർ സ്ലിപ്പാവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും എഞ്ചിൻ്റെ ഫുൾ ഭാഗം അഴിച്ചാലാണ് റെഡി ആക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്കിനൊക്കെ വേണ്ടി അഴിക്കുമ്പോൾ ആ കൂട്ടത്തേക്കുള്ള ഷാഫ്റ്റ് മാറ്റി കളയാണ് ഏറ്റവും സേഫ്. അതിന് ശേഷം മില്ലിങ്ങിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് കിക്കർ അസംബ്ലി ഒരെണ്ണം പുതിയത് വയ്ക്കുക. അപ്പോൾ ആ പ്രോബ്ലം പിന്നെ അങ്ങടേക്ക് ലൈഫ് ലോങ് നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ വീലിൻ്റെ കംപ്ലൈൻറ്റ്. തേർഡ് ഗിയറാണ് സ്ലിപ്പിങ് കാണിച്ചാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ വീലിൻ്റെ ഇവിടെയൊക്കെ ചെത്തിപ്പോയേക്കാണ്. ഇവിടുത്തെ ഈ ഷാഫ്റ്റുമേലും ഈ വീലിൻ്റെയാണ്. ഇത് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇത് കറക്റ്റ് ഒരേ ലെവലിൽ നിൽക്കുന്നതാണ്. അതൊക്കെ തേമാനം വന്നിട്ട് അങ്ങനെ പോയേക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. അത് തന്നെ ഈ വീലുമേക്കാണ് ഒന്ന് കണക്റ്റ് ആവാം. ആ വീലുമ്പേയും ഇത് ഇവിടെ നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഗിയറിൻ്റെ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേർഡ് ഗിയറാണ് സ്ലിപ്പിങ് കാണിക്കണമെങ്കിലും സെക്കൻഡ് ഗിയറാണ് അത് കൺട്രോൾ ചെയ്യുക. സെക്കൻഡ് ഗിയറിൽ വെച്ചിട്ടാണ് ആ മൂവ്മെൻറ്റ് കാണിക്കുക. അപ്പോൾ സെക്കൻഡും തേർഡും കൂടി മാറ്റിയാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ. പിന്നെ ഗിയറിൻ്റെ സെലക്ടർ യൂണിറ്റാണത്. ഗിയർ സെലക്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗിയറിൻ്റെ സെലക്ടറിൻ്റെ ഈ ഫോർക്ക് കണ്ടോ, ഫോർക്കിൻ്റെ ഈ സൈഡിലൊക്കെ ശരിക്കും ചെത്തിയെടുത്ത് പോയേക്കാണ്. അത് നമുക്ക് അഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന പിന്നിന് തേമാനം വന്നിട്ടാണ് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗിയറിൻ്റെ ഈ ഒരു ഫോർക്കോ പ്രശ്നമുള്ളൂ, ഇതിന് കുഴപ്പമില്ല. ആ ഒരു സൈഡാണ് തേമാനം കൂടുതലാണ് ചെയ്യുന്നത്. അപ്പോൾ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന പിന്ന് മാറ്റി കളയാം. അതേപോലെ മാറ്റുമ്പോൾ 2 ഫോർക്കിൻ്റെയും പിന്ന് മാറ്റാം. ഈ ഒരു ഫോർക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. അതേപോലെ തന്നെ ഈ ക്രാങ്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കണതുകൊണ്ട് തന്നെ നമ്മളിനി ഇതുമായിട്ട് വീണ്ടും പണിയണേലും നല്ലത് കമ്പനി ഐറ്റം മേടിക്കുക, ഒറിജിനൽ സാധനം മേടിക്കുക, മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക. നമ്മൾ താരതമ്യേന നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൈസ ഒരല്പം കൂടുതൽ കാണിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേപാട് ചെയ്യുമ്പോൾ ഇപ്പോൾ ക്രാങ്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1900 രൂപ 2000 രൂപയ്ക്കൊക്കെ നമുക്ക് റെഡിയാക്കി കിട്ടും. ഈ ക്രാങ്ക് ഷാഫ്റ്റ് മാത്രം കേട്ടോ. പുതിയതിന് അതിന് മാത്രം വരുമ്പോൾ 3600 ചില്ലാൻ രൂപ തന്നെ. അപ്പോൾ നമുക്കൊരു 1000 ചില്ലാൻ രൂപ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതേപോലെ നമുക്കൊരു അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ പറയുന്നതിൻ്റെ 10 ഇരട്ടി ക്യാഷ് നമ്മുടെ ഇത് പോകും. അപ്പോൾ എപ്പോൾ ചെയ്താലും ഇതുമായി ബന്ധപ്പെട്ട ചെയ്യുന്ന വർക്കുകൾ പാർട്സുകൾ മാറ്റി പുതിയ പാർട്സുകൾ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് നല്ല ലൈഫ് കിട്ടും. നമ്മളെന്തായാലും ഒരു 1 ഇയർ വാറണ്ടി, ഇപ്പോൾ നമ്മളിപ്പോൾ വാറണ്ടിയിലുള്ള സർവീസ് നമ്മൾ ചെയ്യുള്ളൂ. വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. 1 വർഷം എന്തായാലും വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാറ്റിയാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് കംപ്ലൈൻറ്റ് വരണമെന്നല്ല അതിനർത്ഥം. മാറ്റി പാർട്സുകൾ മാറ്റിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് യാതൊരു വക കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് നിൽക്കും. അത് നമ്മൾ പറയുന്ന സർവീസ് മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ തയ്യാറായാൽ മതി. അത് കറക്റ്റ് സമയങ്ങളിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക, എയർ ഫിൽട്ടർ ചേഞ്ചിങ്, പ്ലഗ് ചേഞ്ച് ചെയ്യണ, അതൊക്കെ ഒരു കറക്റ്റ് പീരീഡുകളുണ്ട്. ആ പീരീഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നമ്മൾ പറയും അതിന് കംപ്ലയിൻറ്റ്സ് വരാനായിട്ടുള്ള 99% സാധ്യത കുറവാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്ന കംപ്ലയിൻറ്റുകളാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അയച്ചു തരാം, അത് കാണാം. കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണ നമുക്കൊരു പാഷൻ പ്രോ സിലിണ്ടർ ക്രാങ്ക് മാറ്റാതെ ക്രാങ്ക് സെറ്റ് ചെയ്ത് സിലിണ്ടർ മാറ്റി ബാക്കിയത്തെ എഞ്ചിൻ വർക്ക് ക്ലച്ച് ഡിസ്ക് ടൈമിങ് ചെയ്യും ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൊക്കെ മാറ്റി ചെയ്ത് വരുമ്പോൾ സാധാരണ നമുക്ക് നിലവിൽ വരാറ് ഒരു 10500 തുടങ്ങിയിട്ട് ഒരു 12500 രൂപ 13 രൂപ ആ റേഞ്ച് വരെ വരാറുണ്ട് സാധാരണ രീതിയിൽ. അതിനകത്ത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റാണെങ്കിൽ അതിനകത്ത് അഡീഷണൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 ചില്ലാൻ രൂപ വ്യത്യാസമുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് സ്പെഷ്യലായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗിയർ വീലുകളുടെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഗിയർ വീലുകളെല്ലാം തന്നെ വരുമ്പോൾ 4 ഗിയർ വീലും ഗിയർ ഫോർക്ക് കൂടി വരുമ്പോൾ ഏകദേശം ഒരു 1500 രൂപയുടെ അടുത്ത് അതുമേ വ്യത്യാസം വരും. അപ്പോൾ ആലോചിച്ച് നോക്കാം. ഞാനൊരു ഏകദേശം ഇപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ തരാണെങ്കിൽ ഞാൻ അതും പ്രകാരം നമുക്കൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിന് ശേഷം ഞാൻ ആ ഒരു എസ്റ്റിമേറ്റ് ഫോർവേഡ് ചെയ്ത് തരാം. അത് നോക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം. എന്തായാലും ഗിയർ വീലൊക്കെ വരുത്തിയെടുക്കേണ്ടതായിട്ടുള്ള താമസം ഉണ്ടാവും. അതേപോലെ ചേസിൻ്റെ കേസൊക്കെ നോക്കാം, അത് പരിഗണിക്കുക. കാരണം അതല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അത് റെഡിയാക്കി പോകാൻ പറ്റുള്ളൂ. ആ ചേസൊക്കെ കൂട്ടത്തിൽ കൂടെ പെയിൻറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. അപ്പം നോക്കിയിട്ട് കണ്ടതിന് ശേഷം ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊരു ഒന്ന് വോയിസ് ഇട്ടേക്കാം. വാട്സാപ്പിൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചുതരാം. അതിനകത്തേക്ക് ഒരു വോയിസ് ഇടാണെന്നുണ്ടെങ്കിൽ അതും പ്രകാരം നമ്മൾ നോക്കി ക്ലിയർ ചെയ്ത് നമുക്ക് ചെയ്യാം കേട്ടോ.